ലണ്ടൻ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ പിയറി കാവൽ എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ഓഫീസ്. രാവിലെ കാവൽ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് ഒരു രസകരമായ രീതിയിലാണ്. ആദ്യമായി എൻ്റെ മെയിൻ ലോക്ക് തുറക്കുന്നു, എന്നിട്ട് ബെല്ലൊന്ന് റിങ് ചെയ്യുന്നു. കാരണം ആ ബെല്ല് റിങ് ചെയ്താൽ മാത്രമേ എൻ്റെ സെക്കൻഡറി ലോക്ക് ഓപ്പൺ ആവുകയുള്ളൂ. എൻ്റെ ഉദ്ദേശം കാവൽ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോഴും പുറത്താരെങ്കിലും വന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ കാവലിന് മനസ്സിലാവണം. അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കാവൽ ലെറ്റർ ബോക്സ് ഒന്ന് പരിശോധിക്കുന്നു. അതിൽ ലെറ്ററൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, സാധാരണ മെക്ലീൻ്റെ നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില ഹ്യൂമർ ടച്ചുള്ള ആത്മകഥകൾ കാവലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് പേര് മാറ്റി എഴുതിയതുകൊണ്ട് മെക്ലീൻ്റെ ശൈലി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. ലെറ്റർ ബോക്സ് പരിശോധിച്ച കാവൽ ഒരു ആത്മകഥ നടത്തുന്നു. ഈ ഓഫീസ് തുടങ്ങി 3 ആഴ്ചയായിട്ടും ഒന്നും വന്നിട്ടില്ലല്ലോ, പതിവ് പോലെ. ഡോർ തുറന്നകത്തേക്ക് വരുന്ന കാവൽ ആദ്യം പ്രവേശിക്കുന്നത് ഓഫീസിൻ്റെ വെയിറ്റിംഗ് ലോഞ്ചിലാണ്. അവിടെ വിസിറ്റേഴ്സിനുള്ള കുറച്ച് ചെയേഴ്സും അതുകൂടാതെ ഒരു പ്രത്യേക ടേബിളും, അവിടെ ആ ടേബിളിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെയർ കാണാം. അത് ഓഫീസ് സെക്രട്ടറി അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. വീണ്ടും കാവലിൻ്റെ ഒരു ആത്മകഥ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകുന്ന കാലത്ത് ഒരു റിസപ്ഷനിസ്റ്റിനെ അപ്പോയിൻ്റ് ചെയ്യണം. കാവൽ ഓഫീസ് റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഓഫീസിലെ വലിയ റൂം ഇതാണ് എന്നാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാൻ അളന്ന് നോക്കിയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. കാവൽ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴേക്കും ബെല്ല് റിങ് ചെയ്യുന്നു. അധികം വൈകാതെ ഒരാൾ ഓഫീസ് റൂമിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിക്കുന്ന ആൾ പറയുന്നു, സോറി, പുറത്ത് താങ്കളുടെ സെക്രട്ടറിയെ കണ്ടില്ല. കാവൽ മനസ്സിൽ പറയുന്നു, അങ്ങനത്തെ ആളുണ്ടെങ്കിലല്ലേ കാണുള്ളൂ. ആകതിനോട് പറഞ്ഞു, വരൂ, ഇരിക്കൂ. ഇരുന്ന് കഴിഞ്ഞ ആകതൻ ചുറ്റും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ബിസിനസ്സൊക്കെ വളരെ ഡള്ളാണല്ലേ? കാരണം ആ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. വളരെ പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ 3ാമത്തെ നിലയിലാണ് വാസ്തവത്തിൽ ഈ ഓഫീസ്. അത് വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പാണ്. കാവൽ അതിന് രസകരമായൊരു മറുപടിയാണ്, അതൊക്കെ ഞാൻ ഇൻകം ടാക്സുകാരെ വെട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആകതൻ ഒന്നിരുന്നതിന് ശേഷം പറയുന്നു, എൻ്റെ പേര് ഹെൻറി മാർട്ടിൻ. എനിക്ക് താങ്കളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ട്. കാവൽ അദ്ദേഹത്തെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, അത് വന്ന കാര്യം പറയണം മിസ്റ്റർ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. അപ്പോഴും ഒരു ആത്മകഥ ഉണ്ട്. അപ്പം പോയിട്ട് റിസർച്ച് വായിക്കണം, ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കണം. പക്ഷേ ആകതൻ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ നിന്നൊരു ഫയൽ പുറത്തെടുക്കുന്നു. അതിൽ നിന്നൊരു ഷീറ്റ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. പിയറി കാവൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയിൽ സജീവമായി ജോലി ചെയ്യുന്നു. 6 തവണ ജർമ്മനിയിൽ പാരഷൂട്ട് ലാൻഡിംഗ് നടത്തി രഹസ്യങ്ങൾ ചോർത്തുന്നു. കാവൽ അത്ഭുതം പുറത്ത് കാണിക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം ഈ 3 ഗവൺമെൻറ്റുകൾ താങ്കൾക്ക് നല്ല ജോലികൾ ഓഫർ ചെയ്തു. താങ്കൾ ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്തു. ഒരു സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് എന്നുള്ള നിലയിൽ നിന്നും താങ്കളുടെ പെർഫോമൻസ് കൊണ്ട് താങ്കൾ ഇൻ്റലിജൻസ് മേജർ എന്ന സ്ഥാനത്തേക്ക് ഉയരുന്നു. അധികം വൈകാതെ പക്ഷേ ആർമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. രാജിവെച്ചു എന്നാണ് റെക്കോർഡ്സിൽ കാണുക. വാസ്തവത്തിൽ താങ്കൾ മേജർ ജനറലിൻ്റെ മുഖത്തടിച്ചു എന്നുള്ളതായിരുന്നു സത്യം. കാവൽ മറുപടി പറഞ്ഞു, അടിക്കാൻ തോന്നിയാൽ ഞാൻ ആരുടെയും സ്ഥാനം നോക്കാറില്ല. അതിനുശേഷം താങ്കൾ മെട്രോപൊളിറ്റൻ പോലീസിൽ ജോയിൻ ചെയ്യുന്നു. വീണ്ടും ഇൻസബോർഡിനേഷൻ എന്ന ഒരു വകുപ്പ് താങ്കൾക്ക് നേരെ വരുന്നു. താങ്കൾ റിസൈൻ ചെയ്യുന്നു. ആർമിയിൽ മേജർ ജനറൽ ആയിരുന്നെങ്കിൽ ഇവിടെ പോലീസ് കമ്മീഷണർ ആയിരുന്നു താങ്കളുടെ ഇര എന്ന് മാത്രം. കാവൽ മൗനം തുടർന്നു. ആകതൻ വീണ്ടും പറയാൻ തുടങ്ങി, ഈ 2 ജോലികൾ കൈവിട്ടെങ്കിലും താങ്കൾക്ക് നല്ലൊരു പോസ്റ്റ് ബ്രിസറിലെ മോഡേൺ മൈക്രോ ബയോളജിക്കൽ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അഥവാ മോഡൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാബറട്ടറിയിൽ ലഭിക്കുന്നു, സെക്യൂരിറ്റി ഹെഡായിട്ട്. പക്ഷേ അധികകാലം അവിടെയും തുടർന്നില്ല. താങ്കളുടെ മനസ്സിലുള്ള ചില അഭിപ്രായങ്ങൾ താങ്കൾ തുറന്നു പറയുന്നു. മോഡൽ ലാബ് അടച്ചുപൂട്ടേണ്ട സമയം കഴിഞ്ഞു. അത്തരം ഒരു ലാബ് ബ്രിട്ടനിൽ ആവശ്യമില്ല. അവിടെ ജൈവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് താങ്കൾ പരസ്യമായി പറഞ്ഞതിൻ്റെ ഫലമായി താങ്കളുടെ ജോലി നഷ്ടപ്പെടുന്നു. ഇത്രയായപ്പോൾ കാവൽ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതാ വന്ന കാര്യം പറ. വന്ന ആളാ സമയത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കൗൺസിൽ ഫോർ വേൾഡ് പീസ് എന്ന ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. തുടർന്ന് ബ്രീഫ് കേസിൽ നിന്ന് ഒരു സ്റ്റീൽ ഫ്ലാസ്ക് എടുത്ത് അദ്ദേഹം മേശപ്പുറത്ത് വയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് മോഡേൺ ലാബറട്ടറീസിൽ നിന്ന് ഞങ്ങളുടെ സംഘടന കൈക്കലാക്കിയ ഒരു വാക്സിൻ കൾച്ചറാണ്.
ഇത് താങ്കൾ വാഴ്സയിലുള്ള ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് എത്തിക്കണം. കാവൽ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, അത് ഞാൻ തന്നെ എത്തിക്കുന്നത് എന്തിനാ? ഇത്രയും നല്ലൊരു സംഘടനയ്ക്ക് അത് എത്തിക്കാൻ വേറെ മാർഗങ്ങളില്ലേ? വന്നയാൾ പറഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് ഞങ്ങൾ പേടിക്കുന്നു. അതുകൂടാതെ താങ്കൾ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ഈ യൂറോപ്പിലും മുഴുവൻ ടാക്സി കാർ ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ ഏത് വഴി പോകണമെന്നും എല്ലാം താങ്കൾക്കറിയാം. കാവൽ ചോദിച്ചു, പ്രതിഫലം എത്ര? 150 പൗണ്ട്. അതിനാൾ വേറെ നോക്ക് എന്നായിരുന്നു കാവലിൻ്റെ മറുപടി. കുറച്ച് നേരത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം 250 പൗണ്ട് അഡ്വാൻസ്, അത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ 250 വീണ്ടും എന്നവർ ഉടമ്പടിയിൽ അവരെത്തുന്നു. ആകതൻ 250 പൗണ്ടിൻ്റെ കറൻസി നോട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു. കാവൽ പറഞ്ഞു, അതങ്ങനെ വെറുതെ അവിടെ വെച്ചാൽ പോരാ, താൻ എണ്ണി കാണിക്കണം. അയാൾ ആ പൈസ എടുത്ത് എണ്ണി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ 5 പൗണ്ടിൻ്റെ 50 നോട്ടുകൾ. കാവൽ ആ പൈസയും കൂടെ ആ ഫ്ലാസ്കും എടുത്ത് മേശയ്ക്കകത്ത് വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓവർകോട്ടിൻ്റെ ഒരു പ്രത്യേക അറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ പുറത്തേക്ക് എടുത്തു. വന്ന ആളൊന്ന് ഞെട്ടി. കാവൽ പറഞ്ഞു, ഞെട്ടണ്ട, ഇത് ജാപ്പനീസ് മെയ്ഡ് ഹൈനാറ്റി എന്ന ഇനം പിസ്റ്റളാണ്. സാധാരണ പിസ്റ്റൾസിനേക്കാൾ പവർഫുള്ളാണ്. ഞാനിവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ തൻ്റെ നെഞ്ചും കൂടെ പുളർന്ന് അത് അപ്പുറത്തൊന്ന് മാത്രമല്ല, തൻ്റെ പുറകെ ഒരാളിരിപ്പുണ്ടെങ്കിൽ അയാളുടെയും കൂടി ബോഡി കടന്നത് പോകും. ഇനി പറ, ഈ ഫ്ലാസ്ക് തനിക്ക് എവിടെ നിന്ന് കിട്ടി? രണ്ടാമത്തെ കാര്യം, മോഡേൺ ലാബിൽ ഒരുപാട് തരം ജേംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, കൾച്ചർ ചെയ്യുന്നുണ്ട്. അതിൽ ഏത് ജേമിൻ്റെ വാക്സിനാണിത്? വന്ന ആളൊന്നും പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് സംഘടനയുടെ ഒരു മെസ്സഞ്ചറാണ്. കാവൽ പറഞ്ഞു, ഞാൻ ബ്രിട്ടീഷ് ആർമിയിലും അതുപോലെ ലാബിൻ്റെ സെക്യൂരിറ്റി ഹെഡും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ വേൾഡ് പീസ് ഫൗണ്ടേഷൻ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിരുന്നു. അതിൻ്റെ സെക്രട്ടറി ഹെൻറി മാർട്ടിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഉയരം കുറഞ്ഞ് കഷണ്ടിയായി തടിച്ച ഒരു മനുഷ്യൻ, അത് താനല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ പോകുന്നു. ഒന്നാൾ ചോദിച്ചു, എന്തിന്? തന്നെ ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിൽ ഒരു രാജ്യദ്രോഹ കുറ്റം നടത്തുന്നതിന്. വീണ്ടും ഒന്നാൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ തന്നു എന്താ തെളിവ്? അതിനാണല്ലോ തന്നെ കൊണ്ട് ഞാൻ ആ നോട്ട് എണ്ണിച്ചത്. അതിലെല്ലാം ഇപ്പോൾ തൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അതുകൂടാതെ ആ ഫ്ലാസ്കിലും തൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ സമയത്ത് വാതിലാരെ നോക്ക് ചെയ്യുന്നു. കാവൽ ചോദിക്കുന്നു, ആരാത്? പുറത്തുനിന്ന് ഉത്തരം വന്നു, പോലീസ്. കാവൽ ഒന്ന് അത്ഭുതപ്പെട്ടു, കാരണം ആരും ബെല്ല് റിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളോടൊപ്പം പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, ഇയാൾ മാത്രം അകത്ത് കയറി, ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ലോഞ്ചിലുണ്ട് എന്ന് കാവൽ മനസ്സിലാക്കി. കാവൽ എണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. നടക്കുന്നതിനിടെ തന്നെ ഹെൻറി മാർട്ടിനോട് പറഞ്ഞു, ഇരിക്കുന്ന അവിടെ നിന്ന് അനങ്ങരുത്. ഡോറിൻ്റെ അടുത്ത് ചെന്ന് കാവൽ ചോദിച്ചു, പോലീസിനെ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വിളിച്ചിട്ടില്ല, ആരാണെന്ന് പറയൂ. മറുപടിയായിട്ട് ഡോറിൻ്റെ അടിയിൽ കൂടെ ഒരു വിസിറ്റിംഗ് കാർഡാണ് അകത്തേക്ക് വന്നത്. അതിൽ ഒരു പേര് മാത്രമേ ഉള്ളൂ, DR ഹെഡാങ്കർ. അത് കാവലിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ബ്രിട്ടീഷ് സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ്. കാവൽ ഡോർ തുറന്നു, അദ്ദേഹം അകത്ത് കയറി. കൂടെ കാക്കി വേഷം ധരിച്ച 2 ആൾക്കാർ. കാവൽ പറഞ്ഞു, എന്തായാലും വന്നത് നന്നായി, ഇതാ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു കൊണ്ടുപോയിക്കോ, അതിന് വേണ്ട തെളിവുകൾ ഞാൻ തരാം. വന്ന ആളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അത് ഇൻസ്പെക്ടർ മാത്യൂസ് ആണ്. ഇൻസ്പെക്ടർ മാത്യൂസോ? എന്തായിരുന്നു ഈ നാടകത്തിൻ്റെ ഉദ്ദേശം? വന്ന ആൾ പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്നൊരു വാച്ച് എടുത്ത് കാവലിനെ നേരെ നീട്ടി. അത് കണ്ടപ്പോൾ കാവലിന് മനസ്സിലായി, മോഡേൺ സെക്യൂരിറ്റി ലാബിൻ്റെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഹെഡ് നീൽ ക്ലാൻറ്റിൻ്റെ വാച്ചാണത്. അദ്ദേഹവും കാവലിൻ്റെ ഒരടുത്ത സുഹൃത്താണ്. ആ സമയത്ത് പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, ഇത് താങ്കളുടെ സുഹൃത്തും മോഡേൺ സെക്യൂരിറ്റി ലാബിൻ്റെ സെക്യൂരിറ്റി ഹെഡുമായിരുന്ന ക്ലാൻറ്റിൻ്റെ വാച്ചാണ്. കാവൽ പറഞ്ഞു, ആയിരുന്നു എന്ന് പറയുന്നതിന് അദ്ദേഹം തന്നെയല്ലേ ഇപ്പോഴും ഹെഡ്, മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. ആയിരുന്നു എന്ന് പറയാൻ കാരണം അദ്ദേഹം മരിച്ചു. എന്ത്? കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തെ ആരോ കൊന്നു. കാവൽ അത്ഭുതത്തോടെ ഹെഡാങ്കർ നോക്കുകയാണ്. വീണ്ടും ഹെഡാങ്കർ പറയുന്നു, അപ്പോൾ എന്തിനായിരുന്നു ഈ നാടകം എന്ന് ചോദിച്ചാൽ, ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആദ്യം സംശയിച്ചത് താങ്കളെയാണ്. താങ്കൾ അത്തരത്തിലൊരാളല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഇത്തരം ഒരു നാടകം ഇൻസ്പെക്ടർ മാത്യൂസും ഞാനും കൂടി ആസൂത്രണം ചെയ്തത്. ഇന്നലെ രാത്രി 11നും 12നും ഇടയ്ക്കായി ഏതോ ഒരു സമയത്ത് ഇദ്ദേഹം കൊല്ലപ്പെടുന്നു. ലാബിൽ നിന്ന് ഏതെങ്കിലും വൈറസോ ബാക്ടീരിയയോ മോഷണം പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഒപ്പം കൂട്ടത്തിൽ ഉള്ള കാക്കി വേഷധാരിയിലെ ഒരാളെ പരിചയപ്പെടുത്തി, ഇത് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ചീഫ് ക്ലീവ്ഡനാണ്. കാവൽ ക്ലീവ്ഡനെ നോക്കി പറഞ്ഞു, പരിചയമില്ല. ക്ലീവ്ഡൻ പറഞ്ഞു, ഞാൻ
കുറച്ചു കാലമായി ഉള്ള ഈ പോസ്റ്റിലേക്ക് വന്ന് അപ്പോഴേക്കും താങ്കൾ റിസൈൻ ചെയ്ത് പോയിരുന്നു. കാവൽ ചോദിച്ചു, ആരെങ്കിലും ലാബിനകത്തേക്ക് പ്രവേശിച്ചോ? ഇല്ല. ലാബിന് നോർമലി അറിയാമല്ലോ, ഒരു സെക്യൂരിറ്റി ലോക്കുണ്ട്. അത് രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും. പക്ഷേ ഇന്നലെ രാത്രി ആരോ അതിൻ്റെ സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഓപ്പൺ ആവുന്ന രീതിയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു. കാവൽ ചോദിച്ചു. അപ്പോൾ ഉടനെ കീഴുടൻ പറഞ്ഞു, ഞാനൊരു വെൽഡിംഗ് ടീമിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ആ സ്റ്റീൽ ഡോറ് വെൽഡിംഗ് ഫ്രെയിംസ് ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട്. സർവീസിലായിരുന്നപ്പോൾ ഒരു മേജർ ജനറൽ അടിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ കുറ്റം. ഇപ്പം ഞാൻ സിവിലിയനാണ്, ഒരു ലയബിലിറ്റി ഇല്ലാതെ ഞാൻ തൻ്റെ മുഖത്തടിക്കും. എല്ലാവരും അന്തം വിട്ട് നോക്കി വയ്ക്കുമ്പോൾ കാവൽ പറഞ്ഞു, തനിക്കറിയോ ആ സ്റ്റീൽ ഡോറിന് 2 പാളിയുണ്ട്, അതിൻ്റെ അകത്ത് ഒരു പോയ്സണസ് ഗ്യാസും ഉണ്ട്. ഈ രീതിയിൽ ആരെങ്കിലും അത് തുറന്നാൽ ആ തുറക്കുന്നവർ ആ പോയ്സണസ് ഗ്യാസ് ഇൻഹേൽ ചെയ്ത് അപ്പം തന്നെ മരിക്കും. കീഴുടൻ പറഞ്ഞു, സോറി, അതെനിക്കറിയില്ലായിരുന്നു. ശരി, ഇപ്പം തന്നെ വിളിച്ചു പറ ആ വെൽഡിംഗ് ടീമിൻ്റെ ജോലി നിർത്തി വയ്ക്കാൻ. മാത്രമല്ല അതൊക്കെ സ്പെഷ്യൽ സ്റ്റീലാണ്, അത് ആ രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ മണിക്കൂർ കണക്കിന് ശ്രമിക്കണം, പെട്ടെന്നൊന്നും നടക്കില്ല. കീഴുടൻ അപ്പം തന്നെ ലാബിലേക്ക് സന്ദേശം കൊടുക്കുന്നു. കാവൽ ചോദിച്ചു ഹഡാങ്കറോട്, അപ്പോൾ ഇതിൽ എൻ്റെ റോള് എനിക്ക് മനസ്സിലായി, ഞാൻ വന്ന ഡോറ് തുറന്നു കാണണം. പക്ഷേ ഡോക്ടർ ബാസ്റ്റർക്ക് അറിയാലോ അതിൻ്റെ കോമ്പിനേഷൻ. ഡോക്ടർ ബാസ്റ്ററെ കാണാനില്ല. കാവൽ ഒന്നുകൂടി ഹഡാങ്കർ സൂക്ഷിച്ചു നോക്കി. ശരി, അത് വന്ന് തുറന്നു തന്നു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞല്ലോ. അങ്ങനെയല്ല കാവൽ, താങ്കൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം എന്നാണ് എൻ്റെ തീരുമാനം. അതൊന്നും ഉന്നതങ്ങളിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഞാൻ ജനറലിൻ്റെ സമ്മതം വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അധികം വൈകാതെ ഹഡാങ്കറും കാവലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും ലാബിലേക്ക് യാത്രയായി. ഹെലികോപ്റ്ററിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അതിശക്തമായ മഴയും മഞ്ഞും, ഒക്ടോബർ മാസത്തിലെ ലണ്ടൻ്റെ ഒരു പ്രത്യേകത അതാണ്, മഞ്ഞും മഴയൊക്കെ ഒന്നിച്ചു വരും, കാലാവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് പോലീസിൻ്റെ ഒരു ജഗ്വാർ കാർ, നമുക്കറിയാം ജഗ്വാർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അന്നും ഇന്നും. അതിലൊരു കാറിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ലാബിലെത്തുന്നു. ലാബിലെത്തുമ്പോൾ ഹഡാങ്കർ കാണുന്നത് അവിടെ ഒരു ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ വൈലി എന്ന വ്യക്തിയാണ്. ഹഡാങ്കർ പറഞ്ഞു, ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ മേഖലയാണ്, താങ്കൾക്ക് ഇവിടെ എന്താ കാര്യം? ആ സമയത്ത് ആ ലാബിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഹെഡ് പറയുന്നു, അവരെ ഞാനാണ് സാർ വിളിച്ചത്. എന്തിന്? ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നീട് അയാൾ ക്യാബിൽ നോക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. സാറിന് അറിയാലോ, ഈ കോമ്പൗണ്ടിന് ചുറ്റും 2 വരി കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിയുടെ മോൾ ഭാഗത്തുള്ള കമ്പികളെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ആണ്. അതിനിടയിൽ എപ്പോഴും ഡോഗ് സ്ക്വാഡും ഉണ്ടാവും. കാവലൊന്നും തലവലിക്കും. പക്ഷെ ഇന്നലെ രാത്രി ആ ഡോഗ് സ്ക്വാഡിൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റീസ് ഒരു കാഴ്ച കാണുന്നു. കമ്പിവേലിയുടെ പുറത്തുള്ള ഒരു ഭാഗത്ത് ഒരു സ്ത്രീയെ ഒരാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ട്. ആ സ്ത്രീ ഓടിപ്പോകുന്നതാണ് കാണുന്നത്. അതോടെ ഉദ്യോഗസ്ഥൻ അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ 2 പേരെയും പിടിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അയാളുടെ സ്ഥാനത്തെത്തുമ്പോഴേക്കും പക്ഷേ ആ ഇലക്ട്രിക് ഫെൻസിങ് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ ലോക്കൽ പോലീസിനെ വിളിച്ചത് ഞാനാണ്. ലാബിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് അസിസ്റ്റന്റ് ചീഫ് കെമിസ്റ്റ് ഡോക്ടർ ഗ്രിഗറി എന്ന വ്യക്തി, അദ്ദേഹം കാവലിൻ്റെ പരിചയക്കാരനാണ്. കാരണം കാവലോട് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആളാണല്ലോ. കാവൽ ആ ഡോറിൻ്റെ കോമ്പിനേഷൻ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രിഗറി കാവലിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, കാവൽ വേണ്ട. കാവലൊന്ന് അയാളുടെ ചോദ്യഭാവത്തിൽ നോക്കി. ഇതിൻ്റെ അകത്ത് വൈറസ് എന്തെങ്കിലും ലീക്കായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 തരം വൈറസാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മുഖ്യമായിട്ടുള്ളത്. ഒന്ന് ബോട്ടിൽനെസ് വൈറസ്, എല്ലാവർക്കും അറിയാം, അതൊരു ഫുഡ് പോയ്സൺ വൈറസാണ്. അന്തരീക്ഷത്തിൽ അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അത് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. അല്ലാത്ത സാഹചര്യത്തിൽ അത് അകത്തെത്തിയാൽ പെട്ടെന്ന് മരണവും സംഭവിക്കും. അത് നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും ഫുഡ് പോയ്സൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബാധിക്കുന്നത് ഈ ഒരു സാധനമാണ്. പക്ഷേ ഇതിനേക്കാൾ ഭീകരമായ ഒരു വൈറസ് കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് പോളിയോ വൈറസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ്. സാറ്റൻ ബഗ് എന്നാണ് ഞങ്ങളതിന് ഒരു കോഡ് നെയിം കൊടുത്തിരിക്കുന്നത്. അത്തരം ഏതെങ്കിലും ഒരു വൈറസ് ഇതിൻ്റെ അകത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ ഈ ലാബ് തുറക്കുന്നത് അപകടകരമാണ്. കാവലൊന്നും വേണ്ടിയില്ല. അദ്ദേഹം അവിടുത്തെ ഫോൺ എടുത്തു, ചില ആൾക്കാരെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. അല്പസമയത്തിനകം അവിടെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു ഹാംസ്റ്റർ എന്ന ജീവിയും അതുകൂടാതെ ഒരു പാക്കറ്റും എത്തി. കാവൽ ആ പാക്കറ്റ് തുറന്നു. അതിൻ്റെ അകത്ത് ബോഡി മുഴുവൻ മൂടുന്ന, നമ്മുടെയൊക്കെ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന തരം ഒരു ഡ്രസ്സ്. കാവൽ തണിഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറാൻ പോവുകയാണ്. കൂടെ ഈ ജീവിയെ ഞാൻ കൊണ്ടുപോകുന്നു. അതിൻ്റെ അകത്ത് വൈറസ് ഉണ്ടെങ്കിൽ
ബോട്ടിൽലെസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മരിക്കും. ഇല്ലെങ്കിൽ പോളിയോ ആണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. ഈ ഒരു ചെറിയ ജീവിയിൽ അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഇത് മരിച്ചാൽ ഞാൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥയാണ്, ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നും. ഈ ജീവി ജീവനോട് ഇല്ലാതെയാണ് ഞാൻ പുറത്തേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹം മേജർ ക്ലീവ്ലൻഡിൻ്റെ മുഖത്തേക്ക് നോക്കി. താങ്കളുടെ ഒരു സർവീസ് പിസ്റ്റളുണ്ടല്ലോ, വെള്ളം തലയാട്ടി, അപ്പം തന്നെ എന്നെ ഷൂട്ട് ചെയ്തേക്കണം. കാവൽ ഡോർ തുറന്നു, അകത്ത് കയറി. അവിടെ അല്പനേരത്തെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ആ ഹാംസ്റ്റർ എന്ന ജീവി യാതൊരു കുഴപ്പമില്ലാതെ അദ്ദേഹം കൂട് തുറന്നു വിട്ടു. അതിൻ്റെ അകത്തെല്ലാം ഓടി നടക്കുന്നു. പക്ഷേ ഒരു വിചിത്രമായ ഗന്ധം കാവലിന് ഫീൽ ചെയ്യാണ്. അതിൻ്റെ സോഴ്സ് കാവൽ കണ്ടെത്തി. അത് ഡോക്ടർ ബാക്സ്റ്ററുടെ ഡെഡ് ബോഡി ആയിരുന്നു. കാവൽ ആ ജീവിയെ പിടിച്ച് കൂട്ടിലാക്കി, വാതിൽ തുറന്നു, പുറത്തേക്ക് വന്നു. ഇതിനകം പോലീസ് ആ ലാബിലുള്ള ജീവനക്കാരെയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാൾക്കാരെയും എല്ലാം ചോദ്യം ചെയ്ത് തുടങ്ങിയിരുന്നു. വാതിൽ തുറന്ന കാവൽ ആദ്യം കാണിച്ചത് ആ ജീവിയാണ്. ഇതാ, ഇത് ജീവനോടുണ്ട്, ഞാനും ജീവനോടുണ്ട്. ഈ ലാബിൻ്റെ അകത്ത് തൽക്കാലം വൈറസ് ഇൻഫെക്ഷൻ ഇല്ല, എല്ലാവർക്കും അകത്തേക്ക് വരാം. എല്ലാവരും അല്പം പേടിയോടാണെങ്കിലും അകത്തേക്ക് വന്നു. ആ സമയത്ത് സൂപ്രണ്ടന്റ് ഹഡാങ്കർ പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു ബാഡ് സ്മെൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്കൾ എങ്ങനെ ഉറപ്പിച്ചു ഇതിൻ്റെ അകത്ത് വൈറസ് ഇല്ലയെന്ന്? കാവൽ പറഞ്ഞു, ഞങ്ങളൊക്കെ ജീവനോട് ഇരിക്കുന്നതുകൊണ്ട് വൈറസ് ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ ബാഡ് സ്മെല്ല് വൈറസിൻ്റെ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഡോക്ടർ ബാസ്റ്ററുടെ ബോഡിയുടെ അടുത്തേക്ക് നയിച്ചു. മരിച്ച് 12 മണിക്കൂറോളം കഴിഞ്ഞ ഈ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ലാണത്. പെട്ടെന്ന് ഡോക്ടർ ഗ്രിഗറി ആ ബോഡി ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ബോട്ടിൽലെസ് ഇൻഫെക്ഷൻ. ഇതിൻ്റെ അകത്ത് ബോട്ടിൽലെസ് വൈറസ് ലീക്കായിട്ടുണ്ട്. പക്ഷേ ബോട്ടിൽലെസ് വൈറസ് ഓപ്പൺ എയറിൽ 12 മണിക്കൂറിൽ കൂടുതൽ ആയുസില്ല. അത് വെള്ളത്തിലാണെങ്കിൽ അത്രയും കൂടി ആയുസുണ്ടാവില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഒന്നും സംഭവിക്കാത്തത്. കാവൽ പറഞ്ഞു, ശരി, ഇതിൻ്റെ അകത്തുനിന്ന് എന്തെല്ലാം കാണാതായിട്ടുണ്ട് എന്ന് നോക്കണം. അതിപ്പോൾ കൃത്യമായിട്ട് അറിയാവുന്ന ഡോക്ടർ ഗ്രിഗറിക്കാണ്. ഡോക്ടർ ഗ്രിഗറി അവിടെ ഈ വൈറസുകളുടെ സൂക്ഷിക്കുന്ന ഒരു കബോർഡ് തുറന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, 4 ആംപ്യൂൾ സാറ്റൻബർഗ്, 7 ആംപ്യൂൾ ബോട്ടിൽലെസ് വൈറസ്, ഇത്രയും മിസ്സിങ്. അതിൽ 1 ആംപ്യൂൾ മിക്കവാറും ഡോക്ടർ ബാസ്റ്ററുടെ നേരെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കടന്ന വ്യക്തിയുടെ അടുത്ത് ബാക്കിയുള്ള വൈറസിൻ്റെ സാമ്പിൾസ് ഉണ്ടാവണം. ഈ സമയം കൊണ്ട് പോലീസ് ആ ലാബിലെ ജോലിക്കാരെയും ലാബുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെല്ലാം ചോദ്യം ചെയ്തു. സംശയം തോന്നുന്ന ചില ആൾക്കാരുടെ പേരുവിവരങ്ങൾ അവർ കാവലിന് കൈമാറി. അതിൽ പ്രധാനമായിട്ടും ആ ലാബിലേക്ക് ജീവികളെ സപ്ലൈ ചെയ്യുന്ന ഒരു ഫാം ഹൗസിൻ്റെ ഉടമസ്ഥര് ബ്രൈസൺ ആൻഡ് ചിപ്പർഫീൽഡ് എന്ന 2 വ്യക്തികൾ. അതുകൂടാതെ ആ ലാബിലെ ഒരു കെമിസ്റ്റ് ചെസിംഗാം എന്ന വ്യക്തി, മറ്റൊരു കെമിസ്റ്റ് ഡോക്ടർ ഹാർട്ട്നൽ എന്ന വ്യക്തി. കാവൽ ഹഡാങ്കറോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഫാം ഹൗസിൻ്റെ ആൾക്കാരെ ഒന്ന് കാണാൻ പോകുന്നു. ഹഡാങ്കർ പറഞ്ഞു, പോലീസുകാരുടെ അടുത്തോളൂ. വേണ്ട, ഞാനിപ്പോൾ പ്രൈവറ്റ് ആളാണ്, അതുകൊണ്ട് ഞാനൊരു റെൻ്റേ കാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്ത ഒരു ഫോൺ കോൾ അതിനായിരുന്നു. കാവൽ പുറത്തിറങ്ങുമ്പോൾ ഗേറ്റിൽ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് റെൻ്റേ കാർ നിൽപ്പുണ്ട്. അതിൻ്റെ താക്കോൽ വന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചു. കാവൽ ആ കാറെടുത്ത് നേരെ പോയത് ബ്രൈസൻ്റെയും ചിപ്പർഫീൽഡിൻ്റെയും. ബ്രൈസനും ചിപ്പർഫീൽഡും അടുത്തടുത്ത വീടുകളിലാണ് താമസം. അവർ ഒരു തരത്തിൽ ബന്ധുക്കളുമാണ്, കാരണം അവർ സഹോദരിമാരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അവരെല്ലാം ഒരു ഗെറ്റ് ടുഗദറിൻ്റെ മൂഡിലാണ്. അത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പൊതുവെ അങ്ങനെയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ ഒരു ഹോളിഡേ മൂഡിലായിരിക്കും, മൺഡേ മോർണിംഗ് വരെ. കാവൽ അകത്തേക്ക് കയറി. ഇതിനിടയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കാല്, അത് അതികഠിനമായ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അത് 2ാം ലോക മഹായുദ്ധത്തെ ഒരു മിലിറ്ററി ആക്ഷനിടെ സംഭവിച്ചതാണ്. ഇടത്തെ കാലിനും അദ്ദേഹത്തിൻ്റെ ഇടത്തെ കണ്ണിനും ഗുരുതരമായ പരിക്കേറ്റു. ഇപ്പോൾ കാല് അതിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിലും കുറച്ചു നേരം നിൽക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ അതികഠിനമായ വേദന വരും. ഇടത്തെ കണ്ണ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, അതിന് കാര്യമായിട്ടുള്ള കാഴ്ചയില്ല. കാലിൻ്റെ കാര്യത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് മുറിച്ച് കളയണമെന്നാണ്. അത് കാലിലൊരിക്കലും സംഭവിച്ചിട്ടില്ല. കണ്ണ് ഇതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ പുറമേക്ക് കാണുമ്പോൾ കുഴപ്പമില്ല, ഇടതുവശത്തോട്ട് അദ്ദേഹത്തിന് കാഴ്ചയില്ല. ബ്രൈസിനോടും ചിപ്പർഫീൽഡിനോടും കുറച്ചു നേരം സംസാരിച്ച അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങി. പ്രത്യേകിച്ച് സംശയിക്കാത്തതായിട്ടൊന്നും അദ്ദേഹത്തിന് അവിടുന്ന് മനസ്സിലായില്ലെങ്കിലും എല്ലാവരുടെയും മുഖത്ത് ഒരു ടെൻഷൻ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അത് ബ്രൈസനും ചിപ്പർഫീൽഡും അവരുടെ ഭാര്യമാരും. അതിനിടയിൽ കാവൽ ചോദിച്ചു, മക്കളൊക്കെ? അതിന് മറുപടി പറഞ്ഞ ചിപ്പർഫീൽഡിൻ്റെ വൈഫാണ്, സഹോദരിമാരിൽ ഒരാൾ. അവരൊക്കെ എൻ്റെ അമ്മയുടെ കൂടെയാണ്. കാവൽ പുറത്തിറങ്ങി, കാറെടുത്തു. അല്പം അകലെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അദ്ദേഹം നടന്ന് ആ വീടിന് നേരേക്ക് വന്നു. ജനലിൽ കൂടെ നോക്കിയാൽ അദ്ദേഹത്തിന് അവരുടെ സംസാരം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് കാണുന്നുണ്ട്. അവർ
എല്ലാവരും വിസ്കി കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഒപ്പം സിഗരറ്റ് വലിച്ചു തള്ളുന്നു. അതായത് ആ ലാബിലെ തന്നെ മറ്റൊരു കെമിസ്റ്റ് ചെസിംഗാം എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ്. ചെസിംഗാമിൻ്റെ മുഖത്തും ഒരു ടെൻഷൻ കാവലിന് ഫീൽ ചെയ്തു. പക്ഷേ അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും സംശയിക്കത്ത യാതൊന്നും കാവലിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, താങ്കൾക്ക് ഡ്രൈവിംഗ് അറിയും? ചെസിംഗാം പറഞ്ഞു, ഇല്ല. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്നതിനായിട്ട് അവിടെ ഒരു ലേഡി ഒരാളാൽ ആക്രമിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. പിന്നീട് അവർ ഒരു ബെഡ്ഫോർഡ് വാനിൽ കയറി പോകുന്നതായിട്ട് വിവരം കിട്ടി. ആ ബെഡ്ഫോർഡ് വാൻ താങ്കളുടെ വീട്ടിനടുത്ത് നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ താങ്കളെ സംശയിക്കുന്നു. പെട്ടെന്ന് ചെസിംഗാം പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല സാർ. ഓക്കെ. ഭാര്യയോടൊപ്പം അദ്ദേഹം മറ്റൊരു അസിസ്റ്റന്റ് കെമിസ്റ്റ് ഡോക്ടർ ഹാർട്ട്നലുടെ വീട്ടിലെത്തി. ഹാർട്ട്നലിൻ്റെ മുഖത്തും ഒരു ടെൻഷൻ കാണാം. പ്രത്യേകിച്ച് കാവലിനെ കാണുമ്പോൾ ഇവിടെയൊക്കെ ടെൻഷൻ കൂടുതലാണ്. കാരണം കാവലിനെ അവർക്കെല്ലാം നേരത്തെ അറിയാം, വളരെ ഷ്രൂഡായിട്ടുള്ള ഒരു ഓഫീസറാണെന്ന് എല്ലാവർക്കും അറിയാം. ഹാർട്ട്നലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുത്ത ഹാർട്ട്നൽ പറയുന്നു, താങ്കൾക്കാണ്. കാവൽ ഫോൺ എടുത്തു. അത് ഇൻസ്പെക്ടർ വൈലിയായിരുന്നു. വാസ്തവത്തിൽ കാവൽ നേരത്തെ അറേഞ്ച് ചെയ്തതാണ്. ആ ഒരു സമയമാകുമ്പോൾ അവിടേക്ക് വിളിക്കണം, കാവലോടെ ഉണ്ടാവുന്നുള്ളത്. ഫോൺ സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം കാവൽ ഡോക്ടറോട് പറഞ്ഞു, വൈഫ് കുറച്ചുകൊണ്ട് വിളിക്കട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇൻസ്പെക്ടർ എന്ന് കാണണം, ഞാൻ പോയിട്ട് വരാം. അദ്ദേഹം പുറത്തിറങ്ങി കാറെടുത്തു. കാറ് നേരത്തെ ചെയ്ത പോലെ കുറച്ച് അപ്പുറത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം നടന്ന് ആ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം വീട്ടിൻ്റെ അത് കയറിയില്ല, വീട്ടിൻ്റെ സൈഡിലുള്ള കാർ ഷെഡിലേക്കാണ് പോയത്. ആ കാർ ഷെഡിനകത്ത് കാറൊന്നുമില്ല, ഒരു സ്കൂട്ടറാണ് ആകെ ഉള്ളത്. ആ സ്കൂട്ടർ പരിശോധിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി അതിൻ്റെ അടിയിൽ കുറച്ച് ചുവന്ന മണ്ണ് പറ്റിയിട്ടുണ്ട്. ആ മണ്ണ് ലണ്ടനിൽ സാധാരണ കാണപ്പെടുന്നത് ആ ലാബിൻ്റെ പരിസരത്താണ്. ഡോക്ടർ ഹാർട്ട്നൽ പക്ഷേ ലാബിൻ്റെ ബസ്സിലാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ സ്കൂട്ടർ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഒരു സംശയത്തിനാസ്പദമായ കാരണമാണ്. കൂടാതെ ആ ഷെഡിൻ്റെ അകത്തുനിന്ന് ഒരു ഹൈലി ഇൻസുലേറ്റഡ് പ്ലെയറും ഒരു ചുറ്റികയും കാവൽ കണ്ടെത്തി. ആ ചുറ്റികയിൽ ചെറിയ രക്തത്തിൻ്റെ അംശവും കാവൽ കണ്ടു. അത് രണ്ടിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. ആ ഇലക്ട്രിക് ഫെൻസിങ് കട്ട് ചെയ്യുന്നതിനാണ് ആ പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ അകത്ത് ഡോഗ് സ്ക്വാഡിൽപ്പെട്ട ഒരു നായ ബോധം കെട്ട നിലയിൽ അതിനെ പിന്നീട് കണ്ടെത്തി. അതിൻ്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിന് കാരണം ഈ ചുറ്റിക കൊണ്ടുള്ള ആക്രമണമാണെന്നും കാവൽ മനസ്സിലാക്കുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പോയി കാറെടുത്ത് ആ വീട്ടിലേക്ക് വരുന്നു. വൈഫ് മേരിയും കുട്ടി ഹോട്ടലിലേക്ക് പോകുന്നു. ആ സമയത്ത് കാവലിനെ വെയിറ്റ് ചെയ്ത് അവിടെ പോലീസ് സൂപ്രണ്ടന്റ് ഹഡാങ്കർ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം അവർ സംസാരിച്ചു. കൂട്ടത്തിൽ ഹഡാങ്കർ മേരിയുമായിട്ടും കുറച്ച് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി. കാരണം ഈ മേരി ഒരു കാലത്ത് ഹഡാങ്കറുടെ സെക്രട്ടറി ആയിരുന്നു. വിവാഹശേഷമാണ് അവർ ജോലി ഉപേക്ഷിക്കുന്നത്. രാത്രി ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ കിടന്ന കാവൽ പുലർച്ചെ 2 മണിയോടെ ജനൽ വഴി പുറത്തിറങ്ങി. മേരി പോലും അറിയാതെ അദ്ദേഹം കാറെടുത്തു. നേരെ പോയത് ബ്രിട്ടീഷ് മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫ് ജനറൽ എന്നെല്ലാവരും വിളിക്കുന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ്. കാവലും അദ്ദേഹം തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ജനറലിൻ്റെ മകളാണ് കാവലിൻ്റെ വൈഫ് മേരി. ആ സമയത്തും ജനറൽ ഉറങ്ങിയിരുന്നില്ല. അവർ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ആ സമയത്ത് ജനറൽ ചോദിച്ചു, ഈ ഒരു സംഭവത്തിൻ്റെ പുറകിൽ എന്തായിരിക്കും എന്നാണ് കാവൽ ഊഹിക്കുന്നത്? കാവൽ പറഞ്ഞു, ബ്ലാക്ക് മെയിലിംഗ്, നത്തിങ് അതർ ദാൻ ബ്ലാക്ക് മെയിലിംഗ്. ബ്ലാക്ക് മെയിലിംഗ് അല്ലാതെ മറ്റൊന്നുമല്ല. അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ജനറൽ മേശവലിപ്പിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് കാവലിൻ്റെ നേരെ നീട്ടി. അത് ഒരു മെസ്സേജ് ആയിരുന്നു. ആ വൈറസ് മോഷ്ടിച്ച വ്യക്തിയുടെ മെസ്സേജ് ആയിരുന്നു അത്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, 36 മണിക്കൂറിനകം മോഡേൺ ലാബ് ഇടിച്ചു നിരത്തണം. അത് ലോക സമൂഹത്തിന് ഭീഷണിയാണ്. 36 മണിക്കൂറിനകം അത് ഇടിച്ച് നിരത്തിയില്ലെങ്കിൽ ആ ലാബിൽ നിന്ന് മോഷണം പോയ വൈറസുകൾ ഞാൻ ഈ ലണ്ടൻ സിറ്റിയിൽ വിതറും. ലണ്ടൻ സിറ്റി എന്നല്ല, ബ്രിട്ടൻ എന്നല്ല, അധികം വൈകാതെ തന്നെ ഈ ലോകം മുഴുവൻ ഇല്ലാതാവും. ഒന്നുകിൽ ലാബ് ഇല്ലാതാവണം, അല്ലെങ്കിൽ ലോകം ഇല്ലാതാവണം. ലോകത്തിന് ഭീഷണിയായി അത്തരം ഒരു ലാബ് നിലനിൽക്കാൻ പാടില്ല. ജനറൽ പറഞ്ഞു, റോയിറ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അവർ തൽക്കാലം ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ പറഞ്ഞു, 36 മണിക്കൂർ സമയമുണ്ടല്ലോ, അതിനകം നമുക്ക് ചെയ്യാം. ഇനി ആരെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ മെക്ഡൊണാൾഡ്, അസിസ്റ്റന്റ് ചീഫ് കെമിസ്റ്റ്. മെക്ഡൊണാൾഡോ? അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് സംശയമൊന്നും ഹഡാങ്കർ പറഞ്ഞില്ലല്ലോ. അത് തന്നെയാണ് എനിക്ക് അയാളെ സംശയം വരാൻ കാരണം. അയാൾ എല്ലാ സംശയങ്ങളുടെയും അപ്പുറത്ത് നിൽക്കുന്നു. അതൊരു മാനിപ്പുലേറ്റഡ് ട്രിക്ക് അല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. രാവിലെ 6 മണിക്ക് കാവൽ മെക്ഡൊണാൾഡിൻ്റെ വീട്ടിലെത്തി. ആ സമയത്തൊന്നും സൂര്യ ഉദിക്കില്ല. ഈ ഒക്ടോബർ മാസത്തിലൊക്കെ ലണ്ടനിൽ സൂര്യ ഉദിക്കണമെങ്കിൽ ഏകദേശം 8 മണിയാവണം. വൈകുന്നേരം 4-4:30 മണിക്ക് അസ്തമിക്കുകയും ചെയ്യും. വളരെ
ദേഷ്യത്തോടെ തന്നെയാണ് കാവലിന് സ്വീകരിച്ചത്. കാവൽ അദ്ദേഹത്തെ ശാരീരികമായി അല്പം ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് അയാളെ കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിച്ചത്. അവിടെ ഒന്ന് കാവലിന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ: വരുമാനത്തിൽ കൂടുതൽ കാശ് അദ്ദേഹം ആ വീട്ടിൻ്റെ പല കാര്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട്. വളരെ പോഷായിട്ടുള്ളൊരു വീട്, അതിൽ ധാരാളം വില കൂടിയ ഫർണിച്ചർ, അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ. മാത്രമല്ല, ഈ ഡോക്ടറുടെ സെക്യൂരിറ്റി റിപ്പോർട്ട് കാവൽ പരിശോധിച്ചിട്ടുള്ളതാണ്. അതിൽ പറയുന്നുണ്ട് അദ്ദേഹം വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാളുടെ അടുത്ത് നിന്ന് കാവലിന് മനസ്സിലായി തലേ ദിവസം അയാൾ അമിതമായി മദ്യപിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് വിസ്കിയുടെ സ്മെല്ല് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തലേ ദിവസം സംഭവങ്ങളുടെ ടെൻഷൻ എന്നാണ്. ഏകദേശം 1 മണിക്കൂറോളം മക്ഡൊണാൾഡിനെ ചോദ്യം ചെയ്ത ശേഷം കാവൽ നേരെ പോയത് ഡോക്ടർ ഗ്രിഗറിയുടെ വീട്ടിലേക്കാണ്. ഗ്രിഗറി ഒരു റെൻറ്റഡ് വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഡോക്ടർ ഗ്രിഗറി എന്ന വ്യക്തി ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അദ്ദേഹം ബ്രിട്ടനിലേക്ക് കുടിയേറിയതാണ്. അദ്ദേഹമായിട്ടും കുറച്ചു നേരം കാവൽ സംസാരിച്ചു. ഒപ്പം ആ വീട്ടുടമസ്ഥയോട് ഡോക്ടർ ഗ്രിഗറി തലേ ദിവസം രാത്രി അവിടെ ഉണ്ടായിരുന്നോ എന്നും അന്വേഷിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് ടൈപ്പ് റൈറ്ററിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഗ്രിഗറി പറഞ്ഞത്, ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ച് ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അത് എഴുതിയ ആർക്കൊന്നും മനസ്സിലാവില്ല, എൻ്റെ കൈയിഷ്ടം മഹാമോശം, അതുകൊണ്ട് ഞാനത് ടൈപ്പ് ചെയ്യുകയാണ്. സംശയമുള്ള എല്ലാവരെയും ഒരു വട്ടം ചോദ്യം ചെയ്തു. പുറത്തിറങ്ങിയ കാവൽ കാറിനകത്തേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകെ ശക്തമായ ഒരു അടിയേറ്റു. ആ കാറിനകത്ത് ആരോ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നീട് ബോധം വരുമ്പോൾ കാവൽ ഒരു പഴയ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് വാൾട്ടിൻ്റെ അകത്ത്, നിലവറയ്ക്കകത്താണ്. കൈ രണ്ടും പുറകോട്ട് കെട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. കാല് രണ്ടും അവിടെ അടുത്തൊരു തൂണിൽ ബന്ധിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ വളരെയധികം ശ്രമിച്ച് വളരെ ക്ഷമയോടെ അദ്ദേഹം ഒരുവിധം ആ ബന്ധനത്തിൽ നിന്ന് മുക്തനായി പുറത്തിറങ്ങി. നെഞ്ചുഭാഗത്ത് ശക്തമായ ഒരു വേദന ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ തലയുടെ പുറംഭാഗത്ത് അടി കിട്ടിയത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. നെഞ്ചുഭാഗത്തുള്ള വേദനയുടെ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ വീടിൻ്റെ പുറത്തിൽ അദ്ദേഹം കാറ് കണ്ടു, അദ്ദേഹത്തിൻ്റെ കാറ്. പക്ഷേ അദ്ദേഹം അത് എടുത്തില്ല. കാരണം ആ വീടിൻ്റെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാവൽ രക്ഷപ്പെട്ടു എന്ന് തോന്നാൻ പാടില്ല. അദ്ദേഹം അവിടെ നിന്ന് നടന്ന് റോഡിലേക്ക് കയറി. ആ സമയത്ത് ഒരു പോലീസുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. കാരണം കാവലിനെ കാണാനില്ല എന്നുള്ളൊരു വിവരം അതിനകം സൂപ്രണ്ടന്റ് മനസ്സിലാക്കിയിരുന്നു. കാവലിനെ അന്വേഷിച്ച് ധാരാളം പോലീസ് കാറുകളും മിലിറ്ററി കാറുകളും ഒക്കെ അവിടെ സഞ്ചരിക്കുന്നുണ്ട്. അതിലൊരു കാറാണ് വന്ന് നിന്നത്. അതിൽ കയറിയ കാവൽ പറഞ്ഞു, എനിക്ക് രഹസ്യമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം, ഹോട്ടലല്ല. കൂടാതെ അവിടേക്കൊരു ഡോക്ടർ വരുത്തണം, ഇൻസ്പെക്ടറേയും ജനറലിനെയും മേരിയൊക്കെ അവിടേക്ക് വരുത്തണം. അതിന് പറ്റിയ വല്ല സ്ഥലമുണ്ടോ സർജൻറ്റ്? ആ സമയത്ത് ആ കാർ ഓടിക്കുന്ന പോലീസ് ഡ്രൈവർ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് പോകാം സാർ, അവിടെ ഇപ്പോൾ വൈഫില്ല, അതുകൊണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാം. അവിടെ വെച്ച് അദ്ദേഹത്തെ ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു 3 റിബുകൾ ഒടിഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. അത് പറഞ്ഞു 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് സൂപ്രണ്ടൻ്റ് ഹെഡാങ്കർ പറഞ്ഞു, കാവൽ ആദ്യം സ്വന്തം ശരീരം നോക്ക്, ഒപ്പം തൻ്റെ വൈഫിനെ കുറിച്ചും കൂടി ഒന്ന് ആലോചിക്കും. കാവൽ പറഞ്ഞു, ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവനിവിടെയൊക്കെ വൈറസ് വിതറിയ പിന്നെ എൻ്റെ ശരീരമില്ല, മേരിയുമില്ല, താനുമില്ല, ആരുമില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല. എനിക്ക് തൽക്കാലം വേണ്ടത് കുറച്ച് വിസ്കിയും ഒരു 3-4 ഹാംബർഗും അത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. അതുവരെ ഉള്ള അന്വേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത കാവൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ചെസിംഗാം എന്ന വ്യക്തിയെ ആരോ കൊടുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഒരു ആക്ടിലും ഇടപെടുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരോ പണം അയച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ മാത്രം. കാരണം അദ്ദേഹം ഒരു ആക്ടിവിറ്റിയും ഈ ക്രൈമിൽ നടത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, ബ്രൈസൻ്റെയും ചിപ്പർഫീൽഡിൻ്റെയും മക്കളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ കുറ്റവാളികൾ പറയുന്ന രീതിയിൽ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായിരിക്കുന്നു. 3-ാമത്തെ കാര്യം, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കാൻ അവിടെ ഓടിയ സ്ത്രീ ഡോക്ടർ ഹാർട്ട്നലിൻ്റെ വൈഫാണ്. പുറകെ ഓടിയ വ്യക്തി ഡോക്ടർ ഹാർട്ട്നൽ. ഡോക്ടർ മക്ഡൊണാൾഡിനെതിരെ തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള സംശയം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രകാരം ചെസിംഗാമിനെ അറസ്റ്റ് ചെയ്തു. കുറ്റവാളി അല്ലെങ്കിലും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടച്ചതിൻ്റെ ഉദ്ദേശം കുറ്റവാളികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് കാവലിൻ്റെ അന്വേഷണം വഴിതെറ്റിയിരിക്കുന്നു, അതാണ് കുറ്റവാളികളുടെ ആവശ്യം. അതുകൂടാതെ ഡോക്ടർ ഹാർട്ട്നലിനെയും അറസ്റ്റ് ചെയ്തു. ഒരു പോലീസ് ടീമിനെ അദ്ദേഹം ഡോക്ടർ മക്ഡൊണാൾഡിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ആ പോലീസ് ടീം അവിടെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാവൽ
ഇൻസ്പെക്ടർ ഗിബ്സൺ എന്നുള്ള രീതിയിൽ വേഷവും ഭാവമൊക്കെ മാറ്റി മുഖത്തിലെ മേക്കപ്പുകളൊക്കെ നടത്തി ആ വീട്ടിലെത്തുന്നു. ആ സമയത്ത് അവിടെ മെക്ഡൊണാൾഡിൻ്റെ ഹൗസ് കീപ്പർ മിസ്സസ് ടെർപിൻ എന്ന വ്യക്തിയാണുള്ളത്. മെക്ഡൊണാൾഡ് ലാബിലാണ്. പോലീസ് ടീമിൻ്റെ അന്വേഷണത്തിൽ മെക്ഡൊണാൾഡിൻ്റെ ചില പേഴ്സണൽ രേഖകളും ആൽബങ്ങളും എല്ലാം കാവൽ പരിശോധിക്കുന്നു. പേഴ്സണൽ രേഖകളിൽ അദ്ദേഹം കണ്ടത് പ്രധാനമായിട്ടും ഓരോ ഭാഗത്ത് ഓരോ ഡോട്ടുകൾ പോലെ ഓരോ വട്ടം, അവിടുത്തെ പേപ്പർ മിസ്സിങ്. പേഴ്സണൽ ആൽബത്തിൽ അതിൻ്റെ ആൽബത്തിൻ്റെ പേജുകൾ നമ്പർ ചെയ്തിട്ടുണ്ട്. ചില പേജുകളിൽ മാത്രം ഫോട്ടോകളില്ല. ആ വിവരങ്ങൾ അദ്ദേഹം ജനറലുമായിട്ടും ഹെഡാങ്കറുമായിട്ടൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം കാവൽ ജനറലിനോട് പറയുന്നു, എനിക്കൊന്ന് പാരീസ് വരെ പോകാനുള്ള ഏർപ്പാട് വേണം. ഹെഡാങ്കർ ചോദിച്ചതിനാണ്. മെക്ഡൊണാൾഡ് മുമ്പ് പാരീസ് WHO ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. മാഡം ഹാലി എന്ന വ്യക്തി, അവരെ എനിക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. ജനറലിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രകാരം ഒരു സ്പെഷ്യൽ പ്ലെയിൻ കാവലിനെയും കൊണ്ട് പാരീസിലെത്തി. മാഡം ഹാലിയുമായിട്ട് സംസാരിച്ചതെന്ന് കാവൽ മനസ്സിലാക്കിയൊരു കാര്യം, അവർ തമ്മിലൊരു കാലത്ത് ലവ് ആയിരുന്നു, പക്ഷേ വിവാഹം നടന്നില്ല. അതിൻ്റെ കാരണം ആദ്യം മാഡം ഹാലി പറഞ്ഞില്ലെങ്കിലും ഒന്ന് ചെകഞ്ഞു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരൊരു പൂർണ്ണമായും ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ലേഡിയാണ്. അതേസമയം മെക്ഡൊണാൾഡ് ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അവിടെ നിന്ന് കാവൽ മനസ്സിലാക്കി മെക്ഡൊണാൾഡ് ഒരു റഷ്യൻ ചാരനാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് വിശ്വാസി ആയതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ചാരനായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടാവും. ലാബിലെ ക്രൈംസിൻ്റെ പ്രധാന വില്ലൻ മെക്ഡൊണാൾഡാണ് എന്ന് കാവൽ ഊഹിക്കുന്നു. അത് ജനറലുമായിട്ടും അതേപോലെ ഹെഡാങ്കറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അവർ നേരെ ലാബിലേക്ക് പോയി മെക്ഡൊണാൾഡിനെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെ മെക്ഡൊണാൾഡ് കുറച്ച് നേരത്തെ അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതോടെ ആ ടീം നേരെ മെക്ഡൊണാൾഡിൻ്റെ വീട്ടിലെത്തി. വീട് ഒഴിഞ്ഞു കിടക്കുന്നു. മിസ്സസ് ടെർപിനും ഇല്ല, മെക്ഡൊണാൾഡും ഇല്ല. അവർ ഊഹിച്ചു മെക്ഡൊണാൾഡ് നാട് വിട്ടിരിക്കുന്നു. പക്ഷേ ആ വീടിൻ്റെ നിലവറയിൽ മെക്ഡൊണാൾഡിൻ്റെ ബോഡി തൂങ്ങി നിൽക്കുന്നത് കാവൽ കാണുന്നു. കാവൽ പറയുന്നു, ഇതൊരു ആത്മഹത്യയല്ല, മെക്ഡൊണാൾഡിനെ കൊന്നതാണ്. ആര്? അവനാണ് പ്രധാന വില്ലൻ. അത് മറ്റാരുമല്ല, നമ്മൾ ഇന്ന് കാണുന്ന ഡോക്ടർ ഗ്രിഗറി. ഡോക്ടർ ഗ്രിഗറിയോ? അതെ, ഡോക്ടർ ഗ്രിഗറിയുടെ സെക്യൂരിറ്റി ഫയൽ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതാണ്. പക്ഷേ ഡോക്ടർ ഗ്രിഗറിയുടെ രൂപം ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. ഡോക്ടർ ഗ്രിഗറി ഇറ്റലിയിൽ നിന്ന് വരുന്ന വഴിക്ക് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ആരോ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഡോക്ടർ ഗ്രിഗറി. മെക്ഡൊണാൾഡിനെ കൊന്നത് അയാളാണ്. അതുകൂടാതെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മെക്ഡൊണാൾഡിൻ്റെ ഹൗസ് കീപ്പർ മിസ്സസ് ടെർപിനും ഇതിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. തെളിവുകൾ നശിപ്പിക്കാൻ അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹെഡാങ്കർ ചോദിച്ചു, ഇതെല്ലാം താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? മെക്ഡൊണാൾഡ് നമുക്കറിയാം ഒരു കാലത്ത് ഇറ്റലിയിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹവും ഡോക്ടർ ഗ്രിഗറിയും പരിചയക്കാരായിരുന്നു. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ഡോക്ടർ ഗ്രിഗറി ശരിയായ ഡോക്ടർ ഗ്രിഗറി അല്ല എന്ന് മെക്ഡൊണാൾഡ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി. മെക്ഡൊണാൾഡ് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ മിക്കവാറും ഒരു തോക്കെടുത്ത് മെക്ഡൊണാൾഡിനെ ഭീഷണിപ്പെടുത്തി കാണും. പക്ഷേ അപ്പം മെക്ഡൊണാൾഡ് തിരിച്ച് ഒരു കൗണ്ടർ കൊടുക്കുകയാണ്. എന്നെ താൻ കൊന്ന തൻ്റെ രഹസ്യങ്ങളടങ്ങിയ ഒരു രേഖ ആ നിമിഷം എൻ്റെ ഒരു വേണ്ടപ്പെട്ട ആൾ പോലീസിലെത്തിക്കും എന്നെങ്ങാനും പറഞ്ഞാണ്. അതോടെ മെക്ഡൊണാൾഡ് ഡോക്ടർ ഗ്രിഗറി, ഇന്ന് നമ്മൾ കാണുന്ന ഡോക്ടർ ഗ്രിഗറിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ധാരാളം പണം മെക്ഡൊണാൾഡിൻ്റെ കയ്യിൽ വന്നു. അതുകൂടാതെ അയാളുടെ പല ലെറ്റേഴ്സിലും ഡോട്ട് രൂപത്തിൽ ഒരു പേപ്പർ മിസ്സിങ് ഞാൻ കണ്ടു. അതെനിക്ക് മനസ്സിലാവുന്നത് മൈക്രോ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ടെക്നോളജി വഴി അദ്ദേഹം ഈ ലാബിൻ്റെ രഹസ്യങ്ങൾ KGBക്ക് കൈമാറിയിരുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ധാരാളം പൈസ മെക്ഡൊണാൾഡ് ഉണ്ടാക്കിയിരുന്നു. അവസാനം ഡോക്ടർ ഗ്രിഗറി എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ആ കുറ്റവാളിയുടെ ആക്ഷൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അയാൾ വൈറസുകൾ മോഷ്ടിച്ചു. അതുകൂടാതെ മെക്ഡൊണാൾഡിനെ കൊന്നു. സ്വാഭാവികമായിട്ടും മെക്ഡൊണാൾഡിൻ്റെ ഹൗസ് കീപ്പറേയും കൊന്നതാണ്. ആ സമയത്ത് ഹെഡാങ്കർ ചോദിച്ചു, ഇതെല്ലാം എത്ര പെട്ടെന്ന് സംഭവിക്കാൻ കാരണം? അത് എൻ്റെ ഒരു മണ്ടത്തരം. ഞാനിന്ന് ഇൻസ്പെക്ടർ ഗിബ്സൺ എന്ന വേഷത്തിൽ ഉച്ചയ്ക്കൂടെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ജനറലിനോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട മിസ്സസ് ടെർപിന് മനസ്സിലായി കാണും അത് ഇൻസ്പെക്ടർ ഗിബ്സൺ അല്ല, ഞാനാണെന്നുള്ള കാര്യം. പക്ഷേ അവിടെ എൻ്റെ ഇടതുഭാഗത്താണ് നിന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ ലാബിലേക്ക് വിളിച്ച് മെക്ഡൊണാൾഡിന് വിവരം കൊടുത്തു കാണും. മെക്ഡൊണാൾഡ് വിവരങ്ങളെല്ലാം ഡോക്ടർ ഗ്രിഗറിയോടും പറഞ്ഞു കാണും. അതിൻ്റെ ആഫ്റ്റർ ഈ സംഭവിച്ചല്ല. ആ കോമ്പൗണ്ടിൽ വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടാണ്, 4 ഏക്കറുള്ളൊരു പറമ്പാണ് ആ വീടിനുള്ളത്. നമ്മൾ നേരത്തെ അവർ മനസ്സിലാക്കിയ പോലെ വരുമാനത്തിനേക്കാൾ വളരെ കൂടുതൽ ചിലവ് ഡോക്ടർ മെക്ഡൊണാൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് അവർ
മിസ്സിസ് ടെർപ്പിൻ്റെ ഡെഡ് ബോഡിയും കണ്ടുപിടിക്കുന്നു. ആ ഡെഡ് ബോഡിയും ഏകദേശം ആൽസേഷൻ നായയുടെ തലയടിച്ച് പൊട്ടിച്ച പോലെ തല അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കാവൽ തിരിച്ച നിലവറയിലേക്ക് തന്നെ പോയി. ആ നിലവറയിലെത്തിയ കാവൽ അതിൻ്റെ ഒരു മൂലയിൽ കൽക്കരി കൂട്ടിയിട്ടുണ്ട്. അതായത് അവിടേക്ക് തണുപ്പ് കാലത്ത് ഹീറ്റിംഗ് പർപ്പസിനായിട്ട് കൽക്കരി ധാരാളം സ്റ്റോക്ക് ഉണ്ടാവും. ഒരു മൂലയിൽ കിടന്നിരുന്ന കൽക്കരി കുറേ മാറ്റിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രഹസ്യറ കാണുന്നു. ആ രഹസ്യറ ചുറ്റി കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ വാരിയലിൻ്റെ പരിക്ക് കാരണം അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. പകരം ആ ഡ്യൂട്ടി ഹാഡാങ്കർ ഏറ്റെടുത്തു. അതടിച്ച് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അവരൊരു ഡെഡ് ബോഡി കാണുന്നു. ജനറലും ഹെഡാങ്കറും ഞെട്ടി. കാവൽ പറഞ്ഞു, ഇതിനാണ് ഞാനിത് പൊട്ടിച്ചത്. ജനറൽ ചോദിച്ചു, ആരത്? എനിക്ക് ശേഷം മോഡൽ ലാബിൻ്റെ സെക്യൂരിറ്റി ഹെഡായിരുന്ന ഈസ്റ്റൻ ഡെറി, എൻ്റെ വിവാഹത്തിന് എൻ്റെ ഫസ്റ്റ് മാനായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. നമുക്കറിയാം കുറച്ചു കാലമായിട്ട് അദ്ദേഹം മിസ്സിംഗ് ആയിരുന്നു. ആ മിസ്സിംഗ് ആയതിൻ്റെ കാരണം ഇതാണ്. എന്തിനായിരിക്കും അയാളെ കൊന്നത്? അയാളെ കൊന്നിട്ടാണ് കുറ്റവാളികൾ ആ ലാബിൻ്റെ കോമ്പിനേഷൻ ലോക്ക് എന്താണെന്ന് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാബിൻ്റെ കോമ്പിനേഷൻ ലോക്ക് അറിയുന്ന 2 പേരിൽ ഒരാളാണ് ഇദ്ദേഹമായിരുന്നു. പിന്നൊന്ന് ഡോക്ടർ ബാസ്റ്ററും, പിന്നെ അതുകൂടാതെ ക്ലാൻറ്റൻ. ഇവരെല്ലാം കൊന്നു കഴിഞ്ഞു. ഈ ഈസ്റ്റൻ ഡെറിയിൽ നിന്ന് ലാബിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വളരെ സൂത്രത്തിൽ ഒരു മനസ്സിലാക്കി ഭീഷണിക്ക് വഴങ്ങുന്ന ആളല്ല അദ്ദേഹം. മിക്കവാറും മക്ഡൊണാൾഡ് ഇവിടെ വിളിച്ചു വരുത്തി ഒരു അല്പം ബിസ്കിയെ കഴിച്ച് ഒരു സൗഹൃദ രീതിയിൽ സംസാരിച്ചായിരിക്കും അത് മനസ്സിലാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. കൊന്ന ബോഡി ഒളിപ്പിക്കാനായിട്ട് ഇവിടെ ഇത്തരം ഒരു അറയുണ്ടാക്കി അതിൻ്റെ അടക്കം ചെയ്തു. പെട്ടെന്ന് അവിടുത്തെ ഫോൺ റിങ് ചെയ്തു. ഹെഡാങ്കർ ഫോൺ എടുത്തതിന് ശേഷം പറഞ്ഞു, കാവൽ, താങ്കൾക്കാണ് ഫോൺ. കാവൽ ഫോണിൽ സംസാരിച്ചു. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ആ ഫോൺ വെച്ചു. അതിനുശേഷം പറഞ്ഞു, മേരിയെ അവൻ പിടികൂടിയിരിക്കുന്നു. ജനറലും ഹെഡാങ്കറും എല്ലാം ഞെട്ടി. എന്ത്? അതെ, അപ്പോൾ മേരിയെ പിടികൂടിയതിന് ശേഷമാണ് ഇപ്പം എന്നെ വിളിക്കുന്നത്. അന്വേഷണം ഉടനെ നിർത്തിവെക്കണം. 24 മണിക്കൂറിനകം ലാബ് തകർക്കണം. അല്ലെങ്കിൽ മേരി കൊല്ലപ്പെടും. കൂടാതെ ലണ്ടൻ സിറ്റി അവൻ നശിപ്പിക്കും. എല്ലാവരും അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ആ പോലീസ് ചെക്ക്പോസ്റ്റ് കയറി നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിലെത്തിക്കാൻ മനസ്സിലായി മേരി അതിനിടയിൽ ജെസ്സിംഗ്ഹാമിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. അറസ്റ്റിലായ ജെസ്സിംഗ്ഹാമിൻ്റെ അമ്മയെ സഹോദരിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയതാണ്. അവിടെ എത്തിയ കാവലിനും ഹെഡാങ്കർക്കും അമ്മയെ സഹോദരിയും ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ഒരു നീല ഫിയറ്റ് കാറിൽ ഒരാൾ വന്ന് മേരിയെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ നീല ഫിയറ്റ് ഡോക്ടർ ഗ്രിഗറിയുടെ കാറാണ്. പക്ഷേ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. കാവലും ജനറലും ഹെഡാങ്കറും യാത്ര തുടരുന്നതിനിടയിൽ അവരുടെ കാറിനെ ഒരാൾ തടുത്ത ആൾ പറഞ്ഞു, എൻ്റെ ബ്ലൂ ഗ്രീൻ കളറിലുള്ള ഹമ്പർ കാറ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. അയാളുടെ ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു. കാരണം ഡോക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴായിരുന്നു പെട്ടെന്ന് 2-3 ആൾക്കാർ കാറിൽ കയറുന്നു, അത് കൊണ്ടുപോകുന്നു. 2 ആണുങ്ങളും ഒരു സ്ത്രീയും ചേർന്ന ഒരു സംഘമാണ് ആ കാർ മോഷ്ടിച്ചതെന്നാണ് ഡോക്ടറുടെ വാദം. വാസ്തവത്തിൽ അത് ഗ്രിഗറി തട്ടിക്കൊണ്ടുപോയ മേരിയും അതുകൂടാതെ ഗ്രിഗറിക്കൊരു സഹായിയുണ്ട് എന്നും കൂടി അവർക്ക് മനസ്സിലാവുന്നു. ആ കാറ് പോയി എന്ന് ഡോക്ടർ പറഞ്ഞ ഭാഗത്തേക്ക് അവരുടെ പോലീസ് ചെക്ക്വാർ പാഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കാറിലെ വയർലെസ് സെറ്റ് റിങ് ചെയ്തു. അതെടുത്തപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഡോക്ടർ ഒരു വിവരം കൂടി അവർക്ക് കൊടുത്തിരിക്കുന്നു, കാറിൻ്റെ കാര്യമായിട്ട് പെട്രോളില്ല. തൊട്ടടുത്ത് കണ്ട ഒരു പെട്രോൾ പമ്പിലേക്ക് കയറിയ അവർക്ക് മനസ്സിലായി ആ പെട്രോൾ പമ്പിൻ്റെ സ്റ്റാഫ് അവിടെ ബന്ധനസ്ഥനാക്കപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തെ ബന്ധന വിമുക്തനാക്കി ചോദ്യം ചെയ്ത അവർക്ക് മനസ്സിലായത് 2 ആണുങ്ങളും ഒരു സ്ത്രീയും അടങ്ങുന്ന ഒരു ഗ്യാങ് അവിടെ വരുന്നു. പെട്രോൾ ആവശ്യപ്പെടുന്നു. പെട്രോൾ അടിക്കുന്നതിനായിട്ട് ആ പമ്പിൻ്റെ ലോക്ക് തുറക്കാൻ കീ എടുക്കുന്നതിനിടയിൽ ആ ആണുങ്ങളുടെ ഒരാൾ കറുത്ത് ഉയരം കുറഞ്ഞ ഒരു തടിയൻ അയാളെ അടിച്ചു വീഴ്ത്തി കെട്ടിയിട്ടു. ഇതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. കൂട്ടത്തിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോയിട്ട് അധികം നേരമായിട്ടില്ല, 20 മിനിറ്റേ ആയിട്ടുള്ളൂ. കാരണം ഈ ഒരു കാറിൻ്റെ വിവരം കിട്ടിയപ്പോൾ തൊട്ട് എല്ലാ ഭാഗത്തും പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ പോലീസുകാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഏതൊക്കെ ഊടുവഴികളിലൂടെയൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങി അധികം വേഗം തന്നെ ചില ലോക്കൽ പോലീസുകാരുടെയൊക്കെ സഹായത്തോടെ അവർ മനസ്സിലാക്കുന്നു ആ കാർ ലണ്ടൻ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അല്പനേരത്തെ ചേസിങ്ങിന് ശേഷം ആ കാറിനെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ആ കാറിൽ നിന്ന് മേരിയെ ബന്ദിയാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ ഡോക്ടർ ഗ്രിഗറി എന്ന ആൾ അവരുടെ എല്ലാ ആയുധങ്ങൾ വാങ്ങിക്കുകയും അവരെല്ലാം അടുത്തൊരു ഫാം ഹൗസിൻ്റെ ഒരു സൈഡർ റൂം എന്ന് പറയും. സൈഡർ റൂം എന്ന് പറഞ്ഞാൽ ഈ അവിടെയൊക്കെ ഈ ബ്രിട്ടനിലൊക്കെ മദ്യം സ്വയം വാറ്റിയുണ്ടാക്കുന്ന ചില ഭാഗങ്ങളുണ്ടാവും ഈ ഫാം ഹൗസിലൊക്കെ. ആ റൂമിൻ്റെ അകത്തുകൊണ്ട് അടയ്ക്കുകയും ചെയ്തു. അടയ്ക്കുന്ന സമയത്ത് മേരിയെയും കൂടി കാവലിനെ ഏൽപ്പിച്ചെങ്കിലും കാവൽ പറഞ്ഞു മേരിയെ കൊണ്ടുപോകും. എല്ലാവരും ഞെട്ടി കാവലിനെ നോക്കുകയാണ്. ആ സമയത്ത് കാവലൊന്നും വേണ്ടിയില്ല. പക്ഷേ
അവർ മേരിയെ കൊണ്ട് പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കാവൽ പറഞ്ഞു, എല്ലാവരും നിലത്തുനിന്ന് ചാടിക്കയറി ഓരോ ഉയർന്ന ഭാഗങ്ങളിൽ നിൽക്കുക, എല്ലാ ജനലും സൂക്ഷിക്കുക, ഏത് നിമിഷവും ഒരു സാധനം അകത്തേക്ക് വന്ന് വീഴും, അത് നിലത്ത് വീണ് പൊട്ടാതെ പിടിക്കുക. എല്ലാവരും ജനലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പക്ഷേ അതിവേഗത്തിൽ ഒരു ഗ്ലാസിൻ്റെ ആംബ്യൂൾ, നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആംബ്യൂൾ അവിടെ വന്ന് വീണു. ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല, അത് പൊട്ടിച്ചതറി. പെട്ടെന്ന് കാവൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വിപ്പ സൈഡർ, അതായത് ഈ നമ്മൾ ഈ വാഷ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു. ഒപ്പം കാവലിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഒരു 3-4 സൈഡർ വിപ്പകൾ അവർ ആ നിലത്തേക്ക് ഒഴിച്ചു. കാവൽ പറഞ്ഞു, ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബോട്ടിൽനസ് വൈറസാണ്. നമ്മളെല്ലാം കൊല്ലാനാണ് അവനോട് കൊണ്ടടച്ചത്, അല്ലാതെ നമ്മളോട് കുറച്ച് സ്നേഹമുണ്ടായിട്ട് തൽക്കാലത്തേക്ക് നമ്മളെ തടഞ്ഞല്ല. അപ്പോൾ ജനറൽ പറഞ്ഞു, അപ്പോൾ അതാണ് താൻ മേരിയെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. തീർച്ചയായും നമ്മളെപ്പോലെ ഇത്രയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏർപ്പെടാൻ മേരിയെ കൊണ്ട് പറ്റില്ല, അവൾ തീർച്ചയായും മരിച്ചിരിക്കും. ഈ പറയുന്നതിനിടയിൽ കൂടെയുള്ള ഒരു പോലീസുകാരൻ അയാളുടെ ഷൂവിൽ പറ്റിയിരുന്ന സൈഡർ കൈകൊണ്ട് തുടച്ചു. കാവൽ അയാളുടെ കയ്യിലേക്ക് ഒരു അടി അടിച്ചിട്ട് പറഞ്ഞാ, പൊട്ടാ, അത് കൈകൊണ്ട് തൊടാതെ, അത് പോയ്സണാണ്. വളരെ ശ്രമപ്പെട്ട ഒരു റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോഴേക്കും ആ കൈകൊണ്ട് തൊട്ട പോലീസുകാരൻ അവിടെ പെട്ടെന്ന് മരിച്ചു. അപ്പോഴാണ് എല്ലാവരും കാവലിൻ്റെ ആ ഒരു ഉൾക്കാഴ്ച എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നത്. കുറേ നേരം അവർ കാവലിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഹെഡാങ്കർ പറഞ്ഞു, നമുക്ക് ആ ഫാം ഹൗസിൽ പോയിട്ട് ഫോൺ ചെയ്യാം. കാവൽ പറഞ്ഞു, ഫോൺ ചെയ്യാൻ പറയട്ടെ, തൽക്കാലം അങ്ങോട്ട് പോകണ്ട, നമ്മുടെ ദേഹത്തും വൈറസ് ഉണ്ടാകും. കുറേ നേരം ഈ മഴയത്ത് നിന്ന് ആ വൈറസ് എല്ലാം ഒന്ന് പോയതിന് ശേഷം അങ്ങോട്ട് പോയാൽ മതി. 1/2 മണിക്കൂറോളം അവർ ആ മഴയിൽ നനഞ്ഞുകൊണ്ട് വന്നു. അതിനുശേഷം ആ ഫാം ഹൗസിൽ പോയി ഹെഡാങ്കർ ആർക്കൊക്കെ ഫോൺ ചെയ്തു. അധികം കഴിയുന്നതിന് മുമ്പ് അവിടേക്ക് മറ്റൊരു പോലീസ് കാർ വന്നു. അവരെ പിക്ക് ചെയ്തു. വഴിയിലുള്ള പോലീസുകാരുടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അവർ ലണ്ടൻ ലക്ഷ്യമാക്കി യാത്രയായി. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെത്തിയ കാവൽ 1-2 ഫോൺ കോളുകൾ ചെയ്തു. അതിനുശേഷം കാവൽ പറഞ്ഞു, എനിക്ക് ഒരു പിസ്റ്റളും ഒരു നൈഫും വേണം. ഹെഡാങ്കർ പെട്ടെന്ന് അതെല്ലാം വരുത്തി കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ പിസ്റ്റളൊക്കെ അദ്ദേഹത്തിൻ്റെയും മറ്റാൾക്കാരുടെയൊക്കെ ആയുധങ്ങളെല്ലാം ഡോക്ടർ ഗ്രിഗറി കൈക്കലാക്കിയിരുന്നു. കാവൽ നേരെ അവിടെ നിന്ന് പോയത് ലണ്ടൻ സ്റ്റാൻഫോർഡ് ഹെലിപോർട്ടിലേക്കാണ്, ഒരു ഹെലികോപ്റ്ററിൻ്റെ താവളം. അതിൻ്റെ പ്രധാന വാതിൽ വഴി അദ്ദേഹം അകത്ത് കയറിയില്ല. അവിടെ ബാക്കിലെ ഒരു പില്ലർ വഴിയാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. അങ്ങനെ കയറുന്ന സമയത്ത് റിബ്സിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ട്. തൽക്കാലം അത് വകവയ്ക്കാതെ തന്നെ കാവൽ മുകളിലെത്തി. അവിടെ കാവൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ആ റിവോൾവറിൻ്റെ ബട്ടുകൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തി. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയ കാവലിന് കഴുത്തിൽ അതിശക്തമായൊരു പിടുത്തം. അത് ഗ്രിഗറിയുടെ അസിസ്റ്റന്റ് ഹെൻറിക്സ് എന്ന വ്യക്തിയായിരുന്നു. ഒരു ഗോറില്ല കഴുത്തിൽ പിടിക്കുന്നു എന്നാണ് കാവലിന് ആദ്യം തോന്നിയത്. ഈ ഹെൻറിക്സ് എന്നുള്ളൊരു കഥാപാത്രം ശരിക്കും മെക്ലീൻ മനഃപൂർവ്വം ഒരല്പം അനുകരണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ വെൻ എച്ച് ബെൽസ്റ്റോൾ എന്ന നോവലിലെ ക്വിൻ എന്ന കഥാപാത്രമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ ഹെൻറിക്സിന്. അങ്ങനെ അനുകരിക്കാൻ കാരണം ഇത് മറ്റൊരാൾ എഴുതുന്ന പോലെയാണല്ലോ. അത് വായിക്കുന്നവർക്ക് തോന്നണം ഇയാൻ സ്റ്റുവർട്ട് മെക്ലീൻ്റെ ഒരു കഥാപാത്രത്തിന് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തോന്നണം. ഏതായാലും കാവലിനെ അയാൾ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തി. കാരണം കാവലിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല, റിബ്സിൻ്റെ വേദന ശക്തമായിരിക്കുന്നു. പക്ഷേ കാവലിനെ കീഴ്പ്പെടുത്തിയ അയാളുടെ പിസ്റ്റൾ പുറത്തെടുത്തിട്ട് കാവലിനെ കൊല്ലുന്നില്ല. പകരം കാവലിനെ നോക്കി ചിരിക്കുകയാണ്. കാവലിന് അയാളുടെ മെൻറ്റാലിറ്റി മനസ്സിലായി, ഒരു സാഡിസ്റ്റാണ്. അതിക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു രീതിയാണ് അവൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവൻ പിസ്റ്റളും കാവലിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഒരു സിഗരറ്റ് കൊളുത്തി, ഒന്ന് ചിരിച്ചു. പക്ഷേ ഇതിനിടയിൽ കാവൽ അയാളുടെ നൈഫ് അവൻ കാണാതെ പുറത്തെടുത്തിരുന്നു. പെട്ടെന്നായിരുന്നു കാവൽ ആ നൈഫ് അവൻ്റെ കഴുത്തിന് നേരെ എറിഞ്ഞു. കഴുത്ത് തുളഞ്ഞ് ആ നൈഫ് അകത്ത് കയറി അവൻ അവിടെ കിടന്ന് പെട്ടഞ്ഞ് മരിച്ചു. കാവൽ ആ ഹെലിപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ഒരു ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാസഞ്ചർ ക്യാബിൻ്റെ ഡോറിലൂടെ നോക്കിയ കാവൽ കണ്ടത് അവിടെ ഒരു മൂലയ്ക്ക് മേരി. കാവൽ അതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചുണ്ടിലിങ്ങനെ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട് മേരിയോട് മിണ്ടരുതെന്ന്. പക്ഷെ മേരി കാവലിനെ കണ്ട ആവേശത്തിൽ പിറി എന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് ആ ഹെലികോപ്റ്ററിൻ്റെ കോക്പിറ്റിൽ ഒരു ശബ്ദം കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പിസ്റ്റളുമായി ഡോക്ടർ ഗ്രിഗറി പുറത്തേക്ക് വന്നു. കാവലിനെ കണ്ട് അയാൾ ശരിക്കും ഞെട്ടി. കാവലിനെ അയാൾ അവിടെ പ്രതീക്ഷിച്ചില്ല. കാവൽ, നീ എന്താ ഇവിടെ? എങ്ങനെ നീ ഇവിടെ എത്തി? കാവൽ അയാളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, സ്കാർലാറ്റേ. ഡോക്ടർ ഗ്രിഗറി ഒന്ന് ഞെട്ടി. നീയെ ഡോക്ടർ ഗ്രിഗറി അല്ലാന്നും അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി സ്കാർലാറ്റിയാണെന്നും എനിക്കറിയാം. ഡോക്ടർ ഗ്രിഗറി അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ.
കാവൽ തുടർന്നു. നീ നേരത്തെ മേരിയെ ബന്ദിയാക്കി ഞങ്ങളെ ആക്രമിച്ച സമയത്ത് നീ ആവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചു. നിന്റെ കൂടെയുള്ള ആ ഹെൻഡ്രിക്സ് എന്ന വ്യക്തിയെ നീ ഇലക്ട്രിക് ചെയറിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി മരിക്കും എന്ന് നീ പറഞ്ഞു. ഇലക്ട്രിക് ചെയർ വെച്ച് എക്സിക്യൂഷൻ നടത്തുന്ന ഒരേ ഒരു രാജ്യം ഈ ലോകത്ത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ നീ അമേരിക്കയിലായിരുന്നു, ഇറ്റലിയിലായിരുന്നില്ല എന്നെനിക്ക് ഊഹിക്കാൻ പിന്നെ സമയമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ നീ ഇവിടെയാണ് എത്തിയത് എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അതുകൂടാതെ നിന്റെ ലക്ഷ്യം മോഡേൺ ലാബിൻ്റെ തകർച്ചയല്ല, മറ്റു ചിലതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കുറ്റവാളി അങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കാരണം മോഡേൺ ലാബിൻ്റെ തകർച്ചയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഞങ്ങളെ ആ റൂമിലടച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം വരേണ്ടിയിരുന്നത് ലണ്ടനിലേക്ക് ആയിരുന്നില്ല, വിൽസറിലേക്കായിരുന്നു. മോഡേൺ ലാബ് തകർക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നീ ലണ്ടനിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. നിനക്കറിയാം, ഇന്ന് അർദ്ധരാത്രിക്കകം ലണ്ടനിൽ നീ വൈറസ് വിതറും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പോലീസ് ഒഴിപ്പിച്ച് കഴിഞ്ഞു. 10 ലക്ഷത്തോളം ആൾക്കാരെ 12 മണിക്കൂർ സമയത്തിനുള്ളിൽ പോലീസ് ഇവിടുന്ന് ഒഴിപ്പിച്ചു. കുറേ ആൾക്കാർ സ്വയം ഒഴിഞ്ഞുപോയി. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നിന്റെ 200ഓളം ആൾക്കാർ ഇവിടെ പല ബാങ്കുകളുടെയും പരിസരത്തുണ്ട്. ഇന്ന് അർദ്ധരാത്രിക്ക് ആ ബാങ്കൊക്കെ അവർ കൊള്ളയിലും. ഈ ലണ്ടൻ സിറ്റിയുടെ ധനം മുഴുവൻ നിന്റെ ഗ്യാങ് കൈക്കലാക്കും. അതിനാണ് നീ ഈ വൈറസോടെ വിതറുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചത്. ലണ്ടൻ ബാങ്കിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോടുണ്ടെങ്കിൽ നിന്റെ ആ ജോലി അത്ര എളുപ്പമായിരിക്കില്ല. പെട്ടെന്ന് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. സ്കാർലൈറ്റ് ഒന്ന് ഞെട്ടി. ആ ശബ്ദം ഇതെല്ലാം മനസ്സിലാക്കിയ ഞാൻ എല്ലാ ബാങ്കിൻ്റെ പരിസരത്തും കറുത്ത ഡ്രസ്സിട്ട പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. ഇരുട്ടത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ നിന്റെ ആൾക്കാരെയൊക്കെ ഇതിനകം കീഴടക്കിയിട്ടുണ്ടാവും. അതിൽ ആരോ ഒരാൾ എന്തോ എതിർപ്പ് കാണിച്ചു. ആ ഒരു പ്രത്യേക ശബ്ദം എന്ന് പറയുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് ഈയിടയ്ക്ക് അമേരിക്ക നൽകിയ ഒരു പ്രത്യേകതരം മെഷീൻ ഗണ്ണിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് നിന്റെ ആൾക്കാർക്ക് ഇനി രക്ഷയില്ല, നീയും കീഴടങ്ങുന്നതാണ് നല്ലത്. ഈ സംസാരത്തിനിടയിൽ പക്ഷേ സ്കാർലൈറ്റ് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ കയ്യിലുള്ള ആ ഒരു ബാഗ് തുറന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു ബോട്ടണസ് വൈറസിൻ്റെ ആംബ്യൂൾ പുറത്തെടുത്തിട്ട് അയാൾ പറഞ്ഞു, ഞാനിത് പൊട്ടിക്കാൻ പോവുകയാണ്, നമ്മളെല്ലാം മരിക്കും. അങ്ങനെ കാവലും സ്കാർലൈറ്റും തമ്മിൽ ഒരു മല്ലയുദ്ധം ആരംഭിച്ചു. കാവലിൻ്റെ ആ പൊട്ടിയ റിക്സ് കാരണം അദ്ദേഹത്തിൻ്റെ ശക്തിയൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ സ്കാർലൈറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. ഹെലികോപ്റ്ററാണെങ്കിൽ ഇതിനിടയിൽ സ്കാർലൈറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പറന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് കൈ രണ്ടും കൂട്ടി കെട്ടി അവിടെ ഇട്ടിരുന്ന മേരി ഒന്ന് റിയാക്ട് ചെയ്തത്. അവർ ചാടി എണീറ്റു. സ്കാർലൈറ്റിയുടെ ഇടത്തെ കാൽമുട്ടിലേക്ക് അവരുടെ ഹൈ ഹീൽ ചെരുപ്പ് ചവിട്ടി വിട്ടി. അതോടെ സ്കാർലൈറ്റ് ഒന്ന് പതറി. അത്രയും സമയം മതിയായിരുന്നു കാവലിന്. അയാളെ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചിരുന്ന സ്കാർലൈറ്റ് അവിടെ നിന്ന് മാറിയപ്പോൾ കാവലകത്തേക്ക് വന്നു. അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു സംഭവം നടന്നത്. ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് ഹെലികോപ്റ്റർ ഓട്ടോ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം ആ ക്യാബിൽ നിന്നൊരു പിസ്റ്റളുമായി പുറത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു, ഇവൻ എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുകയായിരുന്നു, ഇനി ഇവൻ്റെ ഒരു പണി ഇവിടെ നടക്കില്ല. അയാൾ ആ പിസ്റ്റൾ കാവലിന് കൈമാറി. ആ പിസ്റ്റൾ കാവൽ വാങ്ങിച്ചതോടെ സ്കാർലൈറ്റിക്ക് മനസ്സിലായി ഇനി നിൽക്കാൻ കഴിയില്ല. അയാൾ ആ ഹെലികോപ്റ്ററിൻ്റെ പുറത്തേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. ആ പൈലറ്റിൻ്റെ സഹായത്തോടെ കാവൽ ജനറലിനെയും ഹെഡാങ്കറിനെയും വയർലെസ് വഴി ബന്ധപ്പെട്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഹെഡാങ്കർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അയാളെടുത്ത് ചാടി. അത് ഞങ്ങൾ കുറേ വിശ്വസിച്ചു. അയാൾ ചാടിയൊന്നുമല്ല, താൻ തള്ളിയിട്ടായിരിക്കും ഞങ്ങൾക്കറിയാം.